ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10ലെ ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസിലെ ഇൻട്രൊഡക്ഷൻ ഓഫ് പേജ് 21 ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണ്. പേജ് 21 ക്വസ്റ്റ്യൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ. അതിൽ ഫസ്റ്റ് പൊസിഷൻ ആൻഡ് ടേം. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് അത് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു പൊസിഷൻ ആൻഡ് ടേമുമായിട്ട്, പൊസിഷനും ടേമുമായിട്ടുള്ള റിലേഷനാണ്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ എക്സാമ്പിളായിട്ട് 1, 6, 11, 16, 21 ഇതിൽ ഫസ്റ്റ് പൊസിഷനും ടേമുമായിട്ടുള്ള ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ ആണ് 1, സെക്കൻഡ് പൊസിഷനിലുള്ള വാല്യൂ ആണ് 6. ദിസ് ഈസ് പൊസിഷൻ ആൻഡ് നെക്സ്റ്റ് ടേം. പൊസിഷൻ ഫസ്റ്റ് പൊസിഷനിലെ വാല്യൂ ആണ് 1, സെക്കൻഡ് പൊസിഷനിലെ 6, തേർഡ് പൊസിഷനിലായി ചെയ്യുന്നത് 11, ഫോർത്ത് പൊസിഷനിലായി ചെയ്യുന്നത് 16, ഫിഫ്ത്ത് പൊസിഷനിലായി ചെയ്യുന്നത് 21 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ ഇനി പൊസിഷനും ടേമുമായിട്ട് ഒരു റിലേഷനുണ്ട്. എനിക്കിപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ദിസ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഇതിന് കോമൺ ഡിഫറൻസ് എത്രയാണ്? 6 - 1 5, അല്ലെങ്കിൽ 11 - 6 5, അല്ലെങ്കിൽ 16 - 11 5. ഇതെല്ലാം സബ്ട്രാക്ട് ചെയ്താൽ തൊട്ട് പുറകെയുള്ള നമ്പറുമായിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സെയിം ഡിഫറൻസ് തന്നെ കിട്ടും. അങ്ങനെയുള്ള സീരീസിന് മാത്രമേ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസിലാണെന്ന് പറയത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 എന്ന് പറയുന്ന നമ്പറാണ് എനിക്ക് കോമൺ ഡിഫറൻസ് ആയിട്ട് കിട്ടിയത്. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 5. എനിക്ക് 1നോട് 6 കിട്ടാൻ, ഫസ്റ്റ് ടേമിനോട് സെക്കൻഡ് ടേം കിട്ടാൻ ഞാൻ എന്ത് ചെയ്തു? അതിനോടൊപ്പം 5 ആഡ് ചെയ്തു. അതുപോലെ 6നോട് 5 ആഡ് ചെയ്താൽ 11 കിട്ടും, 11നോട് 5 ആഡ് ചെയ്താൽ 16 കിട്ടും. ഇങ്ങനെയാണ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്ന് 16 കിട്ടാൻ ഞാൻ എത്ര പ്രാവശ്യം, ഈ കോമൺ ഡിഫറൻസ് എനിക്ക് എത്രയാണ് കിട്ടിയത്? 5. എത്ര പ്രാവശ്യം 16 ഫസ്റ്റ് ടേമിൽ നിന്ന് ഫോർത്ത് ടേം കിട്ടാൻ എത്ര പ്രാവശ്യം 5 ആഡ് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു 5, ഇവിടെ ഒരു 5, ഇവിടെ ഒരു 5. ടോട്ടൽ എത്ര ടൈംസ് 5 ആഡ് ചെയ്തു? 3 ടൈംസ് 5 ആഡ് ചെയ്തു അല്ലേ? ഫസ്റ്റ് ടേമിൽ നിന്ന് ഫോർത്ത് ടേം കിട്ടാൻ 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഞാനിപ്പോൾ എഴുതാണ്. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3 ടൈംസ് മീൻസ് 3 × 5, 3 × 5 വിച്ച് ഇസ് ഈക്വൽ ടു 16 കിട്ടിയല്ലോ. അതാണ് ആൻസർ. അതുപോലെ എനിക്ക് സെക്കൻഡ് ടേമിനോട് ഫിഫ്ത്ത് ടേം കിട്ടാൻ ഞാൻ എത്ര പ്രാവശ്യം ആഡ് ചെയ്തു? സെക്കൻഡ് ടേം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം 5 ആഡ് ചെയ്തു. സെക്കൻഡ് ടേമിനോട് ഫിഫ്ത്ത് ടേം കിട്ടാനാണ്. ഒരു ടൈം 5, അപ്പോൾ 5, 5, 5, അപ്പോൾ 3 ടൈംസ് ആണ് അല്ലേ? അപ്പോൾ സെക്കൻഡ് ടേമിനോടൊപ്പം സെക്കൻഡ് ടേമിനോടൊപ്പം എത്ര ടൈംസ് 5 ആഡ് ചെയ്തു? സെക്കൻഡ് ടേമിനോടൊപ്പം 1, 2, 3 × 5. ഇനി ചെയ്ത് നോക്കാമല്ലോ. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഏതാണ്? 6 അല്ലേ? 6 + 3 × കോമൺ ഡിഫറൻസ് 5 ആണല്ലോ. 3 × 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 3 × 5 15, 15 + 6 21 കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഓരോ പ്രാവശ്യവും അപ്പോൾ അതിൻ്റെ മീനിങ് എന്തുവാണ്? സെക്കൻഡ് ടേമിനോടൊപ്പം ഞാൻ 3 ടൈംസ് 5 ആഡ് ചെയ്തു. ഇനി തേർഡ് ടേം ആണെങ്കിലോ തേർഡ് ടേം ഇസ് ഈക്വൽ തേർഡ് ടേമിനോടൊപ്പം എനിക്ക് സിക്സ്ത് ടേം കിട്ടാനാണെങ്കിൽ, സിക്സ്ത് മീൻസ് എത്രയായിരിക്കും? 16 ആണ് സിക്സ്ത് ടേം. അപ്പോൾ സിക്സ്ത് ടേമായ 26 കിട്ടാൻ വേണ്ടി എത്ര ടൈംസ് തേർഡ് ടേമിനോടൊപ്പം എത്ര ടൈംസ് ആഡ് ചെയ്തു? തേർഡ് ടേമിനോടൊപ്പം 1, 2, 3 അല്ലേ? 3 ടൈംസ് 5 ആഡ് ചെയ്തു. ദാറ്റ് ഈസ് 6 + 6 അല്ല, തേർഡ് ടേം ഏതാ? 11 + 3 × 5 which is equal to 11 + 15 equal to 26. അങ്ങനെ ഓരോ ടേമിനോടും അത് നോക്കിയിട്ട് അത് പൊസിഷനിലായി ചെയ്യുന്നു, ഏത് പൊസിഷനിലായി ചെയ്യുന്നു. ഇപ്പോൾ ഫോർത്ത് ടേമിനോടൊപ്പം എനിക്ക് ഫോർത്ത് ടേമിനോടൊപ്പം എനിക്ക് സിക്സ്ത് ടേം കിട്ടാൻ ഞാൻ എത്ര ടൈംസ് ആഡ് ചെയ്തത്? 5, 2 ടൈംസ്. അതിൻ്റെ മീനിങ് ഇപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഫസ്റ്റ് ടേമിനോടൊപ്പം എനിക്ക് സിക്സ്ത് ടേം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു? ഫസ്റ്റ് ടേമിനോടൊപ്പം എനിക്ക് സിക്സ്ത് ടേം കിട്ടണം. സിക്സ്ത് ടേം കിട്ടാൻ വേണ്ടിയിട്ട് സിക്സ്ത് ടേം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേമായ 1നോടൊപ്പം ഫസ്റ്റ് ടേം പ്ലസ് എത്ര ടൈംസ് ആ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തത്? 1, 2, 3, 4, 5 അല്ലേ? 5 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. 5 × കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയാണ് കിട്ടിയത്? 5. അപ്പോൾ 5 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേമായ 1നോടൊപ്പം
5 into 5 that is 25 which is equal to 26. അങ്ങനെ ഓരോ ടേമിന് ഏത് പൊസിഷനിലാണോ ലൈ ചെയ്യുന്നത് ആ ടേമിനോടൊപ്പം എത്രാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കണോ അതിനുള്ള മെത്തേഡാണ് ഇത്. ഇപ്പോൾ ഫസ്റ്റ് ടേമിനോടൊപ്പം ആണെങ്കിൽ 5 ടൈംസ് ആഡ് ചെയ്യേണ്ടി വരും 6th ടേം കിട്ടാൻ. അതുപോലെ സെക്കൻഡ് ടേമിനോടൊപ്പം ആണെങ്കിൽ എനിക്ക് 6th ടേം കിട്ടാൻ 4 ടൈംസ് ആഡ് ചെയ്യേണ്ടി വരും. തേർഡ് ടേമിനോടൊപ്പം ആണെങ്കിൽ എനിക്ക് 3 ടൈംസ് ആഡ് ചെയ്യേണ്ടി വരും. 4th ടേമിനോടൊപ്പം ആണെങ്കിൽ എനിക്ക് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടി വരും. 5th ടേമിനോടൊപ്പം ആണെങ്കിൽ 1 ടൈം എനിക്ക് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്തോന്ന് മനസ്സിലാക്കാം? ഫസ്റ്റ് ടേമിനോടൊപ്പം 6th ടേം കിട്ടാൻ എല്ലാം ഇൻ ടേംസ് ഓഫ് 6th ടേമിൽ നോക്കുകയാണ്. ഫസ്റ്റ് ടേമിനോടൊപ്പം എനിക്ക് 6th ടേം കിട്ടാൻ ഞാൻ എത്ര പ്രാവശ്യം ആഡ് ചെയ്തത്? 5 ടൈംസ് ആണ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തത്. 5 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? 6 ഫസ്റ്റ് ടേമിനോടൊപ്പം എനിക്ക് കിട്ടേണ്ടത് ഏതാണ്? പൊസിഷനും ടേമുമായിട്ടുള്ള റിലേഷനാണ്. ഫസ്റ്റ് ടേമിനോടൊപ്പം എനിക്ക് 6th ടേം കിട്ടാൻ വേണ്ടി 6 മൈനസ് 1 അല്ലേ 5, അങ്ങനെ 5 ടൈംസ്. അതുപോലെ സെക്കൻഡ് ടേമിനോടൊപ്പം ആണെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം ആഡ് ചെയ്തത്? 4 ടൈംസ് ആണ്. അതെങ്ങനെയാണ് കിട്ടിയത്? 5 മൈനസ് 2 അല്ലെ. 6th ടേം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് സെക്കൻഡ് ടേമിനോടൊപ്പം ആണെങ്കിൽ 6 മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 4 ടൈംസ്. അങ്ങനെ ഓരോ റിലേഷനും നമുക്ക് എഴുതാം. അപ്പൊ നെക്സ്റ്റ് അടുത്ത ലൈനിൽ എഴുതാം. 1, 11, 21, 31, 41, 51, 61 ഇങ്ങനെ ടേംസ്. എനിക്ക് ഫസ്റ്റ് ടേം അല്ല, ഇത് പൊസിഷനാണ്. ദിസ് ഈസ് പൊസിഷൻ ആൻഡ് ദിസ് ഈസ് ടേം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 6th, 7th അത് പൊസിഷൻ. എനിക്ക് ഫസ്റ്റ് ടേമിനോടൊപ്പം അതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഏതെങ്കിലും, ഇതെല്ലാം അരിത്മെറ്റിക് സീക്വൻസിലാണ്. കാരണം എല്ലാത്തിന്റെയും കോമൺ ഡിഫറൻസ് സെയിം ആണ്. 11 മൈനസ് 1 10, 21 മൈനസ് 11 10, 31 മൈനസ് 21 10 അങ്ങനെ. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്? 10. എനിക്ക് ഫസ്റ്റ് ടേമിനോടൊപ്പം 6th ടേം കിട്ടാൻ വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് 6th ടേം ഇൻ ടേംസ് ഓഫ് ഫസ്റ്റ് ടേം. 6th ടേം ഇൻ ടേംസ് ഓഫ് ഫസ്റ്റ് ടേം ആണെങ്കിൽ 6th ടേം എന്ന് പറയുന്നത് 51 ആണ്. 51 കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഫസ്റ്റ് ടേമിനോടൊപ്പം എത്ര ആഡ് ചെയ്യേണ്ടി വരും? ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം പ്ലസ് എത്ര ടൈംസ് ആണ് ഞാൻ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തത്? 1. ഓരോന്നിന്റെ ഇടയിൽ 10 വെച്ച് ആഡ് ചെയ്യണം. 1, 2, 3, 4, 5. 6th ടേം കിട്ടാനാണ്. അപ്പൊ 5 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. അപ്പൊ 5 into 10. ഫസ്റ്റ് ടേം എനിക്ക് എത്രയാണ് കിട്ടിയത്? 1 plus 5 into 10 50 which is equal to 51. അതുപോലെ സെക്കൻഡ് ടേമിനോടൊപ്പം 7th ടേം കിട്ടാൻ, സെവൻത് ടേം ഇൻ ടേംസ് ഓഫ് സെക്കൻഡ് ടേമിന്റെ ടേംസിൽ 7th ടേം കിട്ടാൻ വേണ്ടി സെക്കൻഡ് ടേം എത്രയാണ്? 11. അപ്പൊ സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേമിന്റെ കൂടെ എത്ര ടൈംസ് എനിക്ക് ആഡ് ചെയ്യേണ്ടി വന്നു? 1, 2, 3, 4, 5 അല്ലെ. 5 into 10 which is equal to സെക്കൻഡ് ടേം എത്രയാണ്? 11 plus 5 into 10 50 that is equal to 61. അങ്ങനെ ഓരോ ടൈംസും എത്രയാണെന്ന് വെച്ചാൽ ആ പെർട്ടിക്കുലർ ടേമിനോടൊപ്പം ഫസ്റ്റ് ടേമിനോടൊപ്പം ആണെങ്കിൽ ഫസ്റ്റ് ടേമും എനിക്ക് 6th ടേം ഫൈൻഡ് ചെയ്യാനാണ്. ഫസ്റ്റ് ടേമും 6th ടേമുമായിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 മൈനസ് 1 5. ആ 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്കിപ്പോൾ തേർഡ് ടേം 21 തന്നിട്ടുണ്ട്. അതുപോലെ കോമൺ ഡിഫറൻസ് 10 ആണ്. തേർഡ് ടേം 21 തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്? 10 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 11th ടേം ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ തേർഡ് ടേം ആണ് തന്നേക്കുന്നത്. അപ്പൊ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? തേർഡ് ടേം പ്ലസ് എത്രയാണ്? തേർഡ് ടേമിൽ നിന്ന് എനിക്ക് കാണേണ്ട ടേം ഏതാണ്? 11th ടേം ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. 11th ടേം ഫൈൻഡ് ചെയ്യണം. അപ്പൊ 11 മൈനസ് 3 പൊസിഷൻ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 11 മൈനസ് 3 എത്രയാണ്? 8 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 10. അങ്ങനെയാണ് നമ്മൾ വാല്യൂസ് ഫൈൻഡ് ചെയ്യണം. എത്രാമത്തെ ടേം ആണോ തന്നിരിക്കുന്നത് അതും കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് ഏത് പൊസിഷനിലുള്ള ടേം കണ്ടുപിടിക്കണോ അത് സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 11 മൈനസ് 3. 11th ടേം മീൻസ് 11th പൊസിഷനിലായി ചെയ്യുന്നത്, തേർഡ് ടേം മീൻസ് തേർഡ് പൊസിഷനിലായി ചെയ്യുന്നത്. ദാറ്റ് ഈസ് 11 മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു കോമൺ ഡിഫറൻസ്. തേർഡ് ടേം എത്രയാണ്? 21 ആണ്.
third term 21 plus 8 into 10 which is equal to 80 which is equal to 101. അങ്ങനെ 11th ടേം നമുക്ക് 101 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അങ്ങനെ ഓരോ ടേമും ഇൻ ടേംസിൽ സബ്ട്രാക്ട് ചെയ്തെടുത്താൽ മതി. പൊസിഷൻ തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് എടുത്തിട്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഏത് ടേം ആണോ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ആ ടേം അതിൻ്റെ കൂടെ ആഡ് ചെയ്തെടുത്താൽ മതി, നമുക്ക് ആൻസർ ആയി. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആയിട്ട് ചെയ്യാം. Question: What about an arithmetic sequence with the third term 37 and seventh term 73? Third term 37. അപ്പോൾ പൊസിഷൻ എഴുതുവാണ് ഞാൻ. പൊസിഷൻ ടേം, പൊസിഷൻ ഫസ്റ്റ് പൊസിഷനിലെ വാല്യൂ നമുക്ക് അറിയില്ല. സെക്കൻഡ് പൊസിഷൻ അതും അറിയില്ല. തേർഡ് പൊസിഷനിലുള്ള വാല്യൂ 37 എന്നറിയാം. ഫോർത്ത് പൊസിഷൻ, ഫോർത്ത് അറിയില്ല. ഫിഫ്ത്ത് അറിയില്ല. സിക്സ്ത് അറിയില്ല. സെവൻത് പൊസിഷനിലായി ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് 73. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം അറിയാവുന്ന ആകെ കാര്യം എന്താണ്? തേർഡ് ടേമിലായി ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 37, സെവൻത് ടേമിലായി ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 73യുമാണ്. അപ്പോൾ ഇനി ഇതിന്റെ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യണം. കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്താൽ മാത്രമേ ഈ സീരീസ് വാട്ട് അബൌട്ട് ആൻ അരിത്മെറ്റിക് സീക്വൻസ്, ഈ അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടേം ഇതിലെ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേം ഡിഫറൻസ് ഏതൊക്കെ ടേമാണ് തന്നിട്ടുള്ളത്? തേർഡ് ടേം 37 എന്ന് തന്നിട്ടുണ്ട്, സെവൻത് ടേം 73 തന്നിട്ടുണ്ട്. ഇനി നോക്കണം 73, അതൊരു ഫോർമുലയാണ്. 73 മൈനസ് 37, എത്രാമത്തെ പൊസിഷനാണ്? അപ്പോൾ 9th ടേം ആണ് തന്നിരിക്കണമെങ്കിൽ 9th ടേമിലുള്ളതും തേർഡ് ടേമുമായിട്ടുള്ള ഏത് ഡിഫറൻസ് എടുത്താലും കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കണം. അപ്പോൾ ദാറ്റ് ഈസ് 73 മൈനസ്, therefore കോമൺ ഡിഫറൻസ് is equal to 73 മൈനസ് 37 ചെയ്യണം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 73 മൈനസ് 37 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊസിഷൻ എത്രയാണ്? സെവൻത് ടേമിലും തേർഡ് ടേമിലും ആണ്. ദാറ്റ് ഈസ് 7 മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 73 മൈനസ് 37 എത്രയാണ്? 13 7 പോയാൽ 6, പിന്നെ 6 3 പോയാൽ 3, 36 ഡിവൈഡ് ബൈ 7 മൈനസ് 3 എത്രയാണ്? 7 മൈനസ് 3 4 വിച്ച് ഇസ് ഈക്വൽ ടു 9. കോമൺ ഡിഫറൻസ് 9 എന്ന് കിട്ടും. അപ്പോൾ ഈസി എങ്ങനെയാണ് ചെയ്യുന്ന? ഈസി മെത്തേഡിൽ കോമൺ പൊസിഷൻ ഡിഫറൻസ്, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഏതൊക്കെ ടേംസ് ആണോ തന്നിരിക്കുന്നത് ആ പെർട്ടിക്കുലർ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു എന്താണ് ജനറൽ പ്രിൻസിപ്പിൾ ആണ്. ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ് ടേം ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു പൊസിഷൻ ഡിഫറൻസ് ആൻഡ് ദ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി ഈസ് ദ കോമൺ ഡിഫറൻസ്. Term difference is proportional to position difference. Term difference പൊസിഷൻ ഡിഫറൻസും പ്രൊപ്പോർഷണൽ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊപ്പോർഷണൽ ആണ്. ഒന്നും മറ്റേതിന് ഡിപ്പെൻഡന്റ് ആണ്. ഡിപ്പെൻഡ് ആയിട്ടുള്ള പ്രൊപ്പോർഷണൽ വാല്യൂസ് ആയിരിക്കും. അത് തമ്മിലുള്ള റേഷ്യോ ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 73 മൈനസ് 37 വിച്ച് ഇസ് ഈക്വൽ ടു 36 എന്ന് കിട്ടും. പൊസിഷൻ ഡിഫറൻസ് 7 മൈനസ് 7th പൊസിഷനിലുള്ളതും തേർഡ് പൊസിഷനിലുള്ളതുമാണ് തന്നിരിക്കുന്ന നമ്പേഴ്സ്. അതുകൊണ്ടാണ് ആ പർട്ടിക്കുലർ നമ്പേഴ്സിന്റെ പൊസിഷൻ മാത്രം എടുത്ത് സബ്ട്രാക്ട് ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു 9 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്തോന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ടേം എത്ര എന്ന് കാണണം. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള സീരീസ്, ബാക്കിയുള്ള ബ്ലാങ്ക് ആയിട്ടുള്ള ഈ റോസ് എല്ലാം ഫില്ല് ചെയ്യണം. അപ്പം ഇവിടെ നമുക്കിപ്പോൾ എത്രയാണ് കിട്ടിയത്? 9 ആണ് കിട്ടിയത്. 9 ആണ്. അപ്പോൾ 37ൽ നിന്ന് എനിക്ക് സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് എത്രയാണോ പൊസിഷൻ ഡിഫറൻസ് പറഞ്ഞാൽ 9 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 9 എന്ന് പറയുന്ന നമ്പർ ഇവിടെ വരാൻ വേണ്ടി, ലെഫ്റ്റ് സൈഡിൽ വരാൻ വേണ്ടി 37ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്ത് എഴുതിയാൽ മതി. 37ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്താൽ ആ പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. അപ്പോൾ 37ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? 28 അല്ലേ? അപ്പോൾ സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു 37. 37 ഏതാണ്? ഈ തേർഡ് പൊസിഷനിലായി ചെയ്യുന്നത്. തേർഡ് പൊസിഷൻ മൈനസ് കോമൺ ഡിഫറൻസ്. തേർഡ് പൊസിഷനിൽ ലൈ ചെയ്യുന്ന ടേം ആണ്. തേർഡ് പൊസിഷനിൽ ലൈ ചെയ്യുന്ന ടേം ഏതാണ്? 37 മൈനസ് 9 വിച്ച് ഇസ് ഈക്വൽ ടു 28.
ഇവിടെ അപ്പോൾ എത്ര വരും 28 വരും. അതുപോലെ 28 നിന്ന് എനിക്ക് ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 28 നിന്ന് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്, which is equal to second term എത്രയാണ്? 28 minus 9 which is equal to 19. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി 19 ആണ്. ഇനി നമുക്ക് ഫോർത്ത് ടേം കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. 37 9 ആഡ് ചെയ്താൽ മതി. 9 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 37 പ്ലസ് 9 എത്ര? 46 അല്ലേ? അതുപോലെ 46 പ്ലസ് 9, അതുപോലെ 46 പ്ലസ് 9 സിക്സ്ത് ടേം കിട്ടാൻ എത്രയാണ്? അതിൻ്റെ കൂടെ വീണ്ടും 9 ആഡ് ചെയ്യണം. അപ്പോൾ 46 പ്ലസ് 9 ആകുമ്പോൾ 55, 55 പ്ലസ് 9 ആകുമ്പോൾ 64, അതുപോലെ 64 പ്ലസ് 9 എടുക്കുമ്പോൾ 73 കിട്ടും. അങ്ങനെ ഇതായിരിക്കും സീരീസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം വാട്ട് അബൌട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് തേർഡ് ടേം 37 ആൻഡ് സെവൻത് ടേം 73 എന്ന് ചോദിച്ചാൽ ഏതാണ്? 19, 28, 37, 46, 55, 64, 73. നിങ്ങൾ 3-4 ടേംസ് എഴുതി എക്സെട്ര അങ്ങ് എഴുതിയാൽ മതി. എല്ലാം എഴുതണമെന്നില്ല. ഞാനിപ്പം ഇതിപ്പം തേർഡ് ടേമും സെവൻത് ടേമും ആയതുകൊണ്ട് അതിനുള്ള എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ 4 നമ്പേഴ്സ് എഴുതി ബാക്കി എക്സെട്ര അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ ഓരോ ടേമിൻ്റെ കൂടെ ഇതെല്ലാം കോമൺ ഡിഫറൻസ് സെയിം ആണല്ലോ. 19നോടൊപ്പം 9 ആഡ് ചെയ്താൽ 28 കിട്ടും, 28നോടൊപ്പം 9 ആഡ് ചെയ്താൽ 37 കിട്ടും, 37നോടൊപ്പം 9 ആഡ് ചെയ്താൽ 46 കിട്ടും. ഇങ്ങനെ ആഡ് ചെയ്ത് എടുക്കുന്ന റിപ്പീറ്റഡ്ലി ഒരു പെർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നത്. വിച്ച് ഈസ് ദ ആൻസർ. In a series 19, 28, 37, find the 25th term to the third term to the second term to the first term. 25th term തേർഡ് ടേം യൂസ് ചെയ്ത് ചെയ്യണം, ഫസ്റ്റ് ടേം യൂസ് ചെയ്ത് ചെയ്യണം, സെക്കൻഡ് ടേം യൂസ് ചെയ്ത് ചെയ്യണം. അതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സീരീസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 19, 28, 37 എക്സെട്ര. ഇത് അരിത്തമെറ്റിക് സീക്വൻസിലുള്ള സീരീസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം കോമൺ ഡിഫറൻസ് കാണണമല്ലോ. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 28 മൈനസ് 19 ഈക്വൽ ടു എത്രയാണ്? 9 എന്ന് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയെന്ന് കിട്ടി? 9 എന്ന്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തോന്നാണ്? ഫൈൻഡ് ദ 25th ടേം ടു ദ തേർഡ് ടേം. അപ്പോൾ ടു ദ തേർഡ് ടേം 25th ടേം തേർഡ് ടേമിൽ നിന്ന് 25th ടേം എത്രാമത്തതാണ്, 25th ടേം എത്രയായിരിക്കും എന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. യൂസ് ചെയ്യേണ്ട നമ്പർ വാല്യൂ എന്ന് പറയുന്നത് തേർഡ് ടേമിന്റെ വാല്യൂ യൂസ് ചെയ്ത് 25th ടേം ഫൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ 25th ടേം ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തേർഡ് ടേമിന്റെ കൂടെ, ദാറ്റ് ഈസ് തേർഡ് ടേം പ്ലസ് 25th ടേം ആണ്. തേർഡ് ടേമും 25th ടേമും ആയിട്ട് ഇവിടെ 25ഉം ഇവിടെ 3യും ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. 25 മൈനസ് 3. ഞാൻ പറഞ്ഞു സെക്കൻഡ് ടേം കിട്ടാൻ ഒരു പ്രാവശ്യം ആഡ് ചെയ്യണം. ഫസ്റ്റ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കിട്ടാൻ എത്ര? ഒരു പ്രാവശ്യം 9 ആഡ് ചെയ്തു. അതുപോലെ ഫസ്റ്റ് ടേമിൽ നിന്ന് തേർഡ് ടേം കിട്ടാൻ 9ഉം 9ഉം എത്ര പ്രാവശ്യം? 2 ടൈംസ് ആഡ് ചെയ്യണം. അതുപോലെ ഫോർത്ത് ടേം കിട്ടാൻ വേണ്ടി 3 ടൈംസ് ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്നാവുമ്പം എത്ര പ്രാവശ്യം? സെക്കൻഡ് ടേമിൽ നിന്ന് എനിക്ക് തേർഡ് ടേം കിട്ടാൻ ഒരു പ്രാവശ്യം ആഡ് ചെയ്താൽ മതി. അതെന്ന് പറഞ്ഞാൽ പൊസിഷനും രണ്ടിൻ്റെ പൊസിഷൻസ് തമ്മിലുള്ള സബ്ട്രാക്ഷൻ ആണ്. ഡിഫറൻസ് എടുത്താൽ മതി. അത്രയും ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 25 മൈനസ് 3. 25 മൈനസ് 3 ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 22. 22 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 9. അതാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. തേർഡ് ടേം ഈസ് ഈക്വൽ ടു 22 ഇൻറ്റു 9 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? തേർഡ് ടേം എത്രയാണ് കിട്ടിയത് നമുക്ക്? 37. 37 പ്ലസ് 22 ഇൻറ്റു 9 എത്രയാണ്? 9 ഇൻറ്റു 2 18. 9 into 2 18, 198. 198 plus 37 is equal to 235 അല്ലേ? 235 എന്ന് കിട്ടും. അപ്പോൾ 198 ആഡ് ചെയ്യണം which is equal to 235. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 25th ടേം ഇൻ ടേംസ് ഓഫ് തേർഡ് ടേം. തേർഡ് ടേമിൻ്റെ പൊസിഷനിൽ നിന്നുകൊണ്ട് 25th ടേം ഫൈൻഡ് ചെയ്യണമെങ്കിൽ തേർഡ് ടേമിന് 25th ടേമുമായിട്ടുള്ള ഡിഫറൻസ് എടുത്തിട്ട് അത്രയും ടൈംസ് കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂവിന് പർട്ടിക്കുലർ ടേം ഏതാണ്? തേർഡ് ടേമാണ് പറഞ്ഞേക്കുന്നത്. ആ തേർഡ് ടേമിനോടൊപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25th ടേം ഫൈൻഡ് ചെയ്യാൻ പറ്റും.
അതുപോലെ സെക്കൻഡ് എന്താണ് ടു ദ സെക്കൻഡ് ടേം. സെക്കൻഡ് ടേമിൽ നിന്ന് എങ്ങനെ ഫൈൻഡ് ചെയ്യും? ടു ദ സെക്കൻഡ് ടേം. സെക്കൻഡ് ടേം ഫൈൻഡ് 25th ടേം. അപ്പൊ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേമിൽ നിന്നാവുമ്പോൾ ഇവിടെ കൊടുക്കേണ്ട ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? സെക്കൻഡ് ടേം. സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേമിൽ നിന്നാണ്. അപ്പൊ എങ്ങനെ എഴുതും? സെക്കൻഡ് ടേമിൽ നിന്ന്. സെക്കൻഡ് ടേം മീൻസ് സെക്കൻഡ് 2 സെക്കൻഡ് പൊസിഷനിലുള്ള നമ്പറും പിന്നെ 25th ടേം സെക്കൻഡ് പൊസിഷനിൽ 25th ടേം. അപ്പൊ 25 മൈനസ് 2 അല്ലെ? 25 നിന്ന് 2 സബ്ട്രാക്ട്. 25 2 ആയിട്ട് സബ്ട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡിഫറൻസ് എടുക്കണം. 25 മൈനസ് 2 എത്രയാണ്? 23. 23 ഇൻറ്റു 9 വിച്ച് ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം എത്രയാണ്? 28 അല്ലേ? 28 പ്ലസ് 23 ഇൻറ്റു 9. 23 ഇൻറ്റു 9 എത്ര? 9 into 3 27, 9 into 2 18, 18 plus 2 207. Which is equal to 8 plus 5 15, 1 plus 2 which is equal to 3 235 എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് ടേമിൽ നിന്ന് 25th ടേം എന്ന് പറഞ്ഞാൽ 235 എന്ന് കിട്ടും. ഇനി അടുത്ത ഏതാണ്? ഫൈൻഡ് ടു ദ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേമിൽ നിന്ന് എത്ര എന്നാണ്? ടു ദ ഫസ്റ്റ് ടേം. ടു ദ ഫസ്റ്റ് ടേം 25th term which is equal to 25th term എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്ന് എത്ര? ഫസ്റ്റ് ടേം എത്രയാണ്? 19 പ്ലസ് 25th term. എനിക്ക് സെക്കൻഡ് ടേം കിട്ടാൻ ഒരു പ്രാവശ്യം ഞാൻ ആഡ് ചെയ്യണം. തേർഡ് ടേം കിട്ടാൻ എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? 2 ടൈംസ് ആഡ് ചെയ്യണം. തേർഡ് ടേം കിട്ടാൻ വേണ്ടി, ഫോർത്ത് ടേം കിട്ടാൻ വേണ്ടി 3 ടൈംസ് ആഡ് ചെയ്യണം. അങ്ങനെ 24th ടേം ദാറ്റ് ഈസ് 25th ടേം കിട്ടാൻ വേണ്ടി 24 ടൈംസ് എന്തോന്ന് ആഡ് ചെയ്യണം? ഡി ആഡ് ചെയ്യണം. ഡി മീൻസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? പൊസിഷൻ ഫസ്റ്റ് ടേമിൽ നിന്ന് 25th ദാറ്റ് ഈസ് ഫസ്റ്റ് മൈനസ് 25. 25 മൈനസ് ഫസ്റ്റ് പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 25 മൈനസ് 1 which is equal to എത്ര കിട്ടും? 24. 24 ടൈംസ് എന്തോന്ന് ആഡ് ചെയ്യേണ്ടി വരും? ഫസ്റ്റ് ടേമിനോടൊപ്പം 9 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നു. കോമൺ ഡിഫറൻസ് ആയ 9 മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ കൂടെ 19 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോന്ന് കിട്ടും? ഫസ്റ്റ് ടേം ഇൻ ടേംസ് ഓഫ് 25th ടേംസ്. 25th ടേം ഇൻ ടേംസ് ഓഫ് ഫസ്റ്റ് ടേം ഫൈൻഡ് ചെയ്യാൻ പറ്റും. which is equal to 19 plus 24 into 9. 9 into 4 16 36 that is 3. 9 into 2 18. 18 plus 3 21. 216 which is equal to 235. ഏത് ചെയ്താലും വാല്യൂ എന്തോന്ന് തന്നെ കിട്ടും? ഇൻ ടേംസ് ഓഫ് ഫസ്റ്റ് ടേം സെക്കൻഡ് തേർഡ് ടേമിൽ നിന്നായാലും 25th ടേം ഫൈൻഡ് ചെയ്യുമ്പോൾ 235 തന്നെ ആയിരിക്കും വാല്യൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം എവിടെ തെറ്റിയെന്ന് അർത്ഥം. കറക്റ്റ് അതേ വാല്യൂ തന്നെ ആയിരിക്കണം. കാരണം 25th ടേമിന് മാറ്റമില്ല, പൊസിഷൻ മാത്രമേ. ഇപ്പോൾ ഏത് പൊസിഷനിൽ നിന്നാണെന്നോണം. ഇപ്പോൾ 5th ടേമിൽ നിന്നാണ് ചോദിക്കുകയാണെങ്കിൽ 25 മൈനസ് 5 ദാറ്റ് ഈസ് 20 ടൈംസ് ആണ് 9 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ 25 തേർഡ് ടേമിൽ നിന്നായതുകൊണ്ട് 25 മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 22 ടൈംസ് 9 മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. അതുപോലെ ഇവിടെ സെക്കൻഡ് ടേമിൽ നിന്നായതുകൊണ്ട് സെക്കൻഡ് ടേം ദാറ്റ് ഈസ് 25 മൈനസ് 2. സെക്കൻഡ് ടേം മീൻസ് 2 ആണ്. അപ്പോൾ 25 മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 23 എന്ന് കിട്ടും. 23 ഇൻറ്റു 9 സെക്കൻഡ് ടേമിനോടൊപ്പം ആഡ് ചെയ്യണം. അതുപോലെ ഫസ്റ്റ് ടേമിൽ നിന്നാവുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം മൈനസ് 25 ദാറ്റ് ഈസ് 25 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 24 എന്ന് കിട്ടും. 24 ഇൻറ്റു 9 ചെയ്തതിന് ശേഷം അതിനോടൊപ്പം ഫസ്റ്റ് ടേം ആയ 19 ആഡ് ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെ വാല്യൂ എന്തോന്ന് തന്നെ ആയിരിക്കും? 235. കാരണം ടേമിൽ മാറ്റമില്ല. ടേം പർട്ടിക്കുലർ ടേം 25th ടേം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ ടേംസ് ഓഫ് സെക്കൻഡ് ടേം, ഇൻ ടേംസ് ഓഫ് തേർഡ് ടേം, ഇൻ ടേംസ് ഓഫ് ഫസ്റ്റ് ടേം. അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യനിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് ഇതിന് ശേഷം പേജ് നമ്പർ 21 ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ചെയ്ത കൺസെപ്റ്റ് ക്ലിയർ ആവും. ഓക്കെ, വിച്ച് ഈസ് ദ ആൻസർ.